വയനാട്ടിലേക്ക് പോകാമെന്നൊന്നും അവിടെ മുട്ടിക്കൊമ്പൻ കാട്ടാനെ പിടികൂടാനുള്ള ദൗത്യം 3-ാം ദിവസവും ഫലം കണ്ടില്ല എന്നുള്ളതാണ്. ജനവാസ മേഖലയ്ക്ക് അടുത്ത് വന്നതിൽ ലൊക്കേറ്റ് ചെയ്തുവെങ്കിലും മുട്ടിക്കൊമ്പൻ വീണ്ടും കാട് കയറി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ള വിവരമാണ്. ഇത്രയും 70-ലധികം പേരടങ്ങുന്ന സംഘമാണ് ഈ ആനയെ പിടികൂടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവിടെ കഴിയുന്നത്. ഉന്മേഷ്, അത് വലിയ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലുള്ള ആ മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് മുട്ടിക്കൊമ്പന്റെ ആക്രമണം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ്. പ്രത്യേകിച്ച് ഈ യാത്രക്കാരെയൊക്കെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈ ആനയുടെ ഒരു സാന്നിധ്യം അവിടെ. ഇന്ന് ദൗത്യം 3-ാം ദിവസമായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും പുലർച്ചെ തന്നെ ഈ ദൗത്യം ആരംഭിച്ചതാണ്. ആദ്യ ദിവസം മയക്ക് വെടി വെച്ചു, പക്ഷേ അത് ഫലപ്രദമായില്ല. ഇന്നലെയാകട്ടെ ഈ ദൗത്യം നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. പുലർച്ചെ 3 മണി സമയത്താണ് ദൗത്യം കഴിഞ്ഞ 2 ദിവസങ്ങളിലും ആരംഭിച്ചത്. ഇന്നും ഇത്തരത്തിൽ 3 മണിയോടെ ഈ ദൗത്യം ആരംഭിച്ചതാണ്. ആനയെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം വെളിച്ചം വീണതിന് ശേഷം മയക്ക് വെടി വെക്കാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു വനംവകുപ്പ്. പക്ഷേ അതും വിഫലമാക്കുകയാണ് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.